പറയുവാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വേണ്ട. ഘനസംഖ്യകൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മുടെ പിപിറ്റിയിൽ തെറ്റാണത്. ഘനസംഖ്യകൾ എന്ന് വെച്ചാൽ ക്യൂബ് നമ്പേഴ്സ് ആണ്. ക്യൂബ് നമ്പേഴ്സ്. ഘനം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ക്യൂബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്യൂബ് എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പേഴ്സിന്റെ ക്യൂബ് എടുക്കുക. അതായത് 1, 2, 3, 4 എക്സെട്ര നമ്പേഴ്സിന്റെ ക്യൂബുകളുടെ ശ്രേണിക്ക് പറഞ്ഞവരാണ് ഘനസംഖ്യകൾ. 1, 8, 27, 64 അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 1ന്റെ ക്യൂബാണ് 1, 2ന്റെ ക്യൂബാണ് 8, 3ന്റെ ക്യൂബാണ് 28, 27, 4ന്റെ ക്യൂബാണ് 64, 5ന്റെ ക്യൂബ് അങ്ങനെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n ഇൻറ്റു, എന്റെ കൂടെ പറഞ്ഞേ, n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. ഒന്നുകൂടെ പറഞ്ഞേ, n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. മറന്നു പോകരുത്. ഘനസംഖ്യകളുടെ അല്ലെങ്കിൽ ക്യൂബ് നമ്പേഴ്സിന്റെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്, ഒന്നുകൂടെ പറഞ്ഞേ, n ഇൻറ്റു n+1/2 ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇത് നമ്മൾ പറഞ്ഞു 10 × 11/2 ദ ഹോൾ സ്ക്വയർ, 55ന്റെ ഹോൾ സ്ക്വയർ. 55ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഉത്തരം കിട്ടിയതാ? 30, 25. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മുടെ ഫോർമുല നമ്മുടെ മനസ്സിലേക്ക് വരണം. അടുത്ത 15ന്റെ എടുത്തപ്പോൾ 15 × 16/2 ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. അത് ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. ഇതും ചെയ്തപ്പോൾ ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? ഇനി പറയാൻ പോകുന്നത് കുറച്ച് കോൺസ്റ്റന്റ് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സിനെ കുറിച്ചാണ്. അത് നമുക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. കുറച്ച് ആ നമ്പറുകൾ, അതിന്റെ 1-2 സ്പെസിഫിക്കേഷൻസ് മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. അത് കൂടുതലായിട്ട് അതിന്റെ പ്രോബ്ലംസോ അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്കില്ല. ജസ്റ്റ് ആ നമ്പർ കാണുമ്പോൾ, ഇത് കൂടുതലും PSC ചോദിക്കുന്നത് ഒരു നമ്പർ തന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒറ്റയാനെ കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം, ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. ആ ക്വസ്റ്റ്യൻ അതിന്റെ പ്രത്യേകത മാത്രം ഓർത്തിരുന്നാൽ മതി. രാമാനുജനെ കുറിച്ച് നമുക്കറിയാം. രാമാനുജൻ സംഖ്യ എന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ സയന്റിസ്റ്റ് ആയിരുന്നു. 34 വയസ്സ് വരെ ജീവിച്ച, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്തമാറ്റിക്സ് ഡിഗ്രി എടുത്ത് ഒരു തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് രാമാനുജൻ. രാമാനുജൻ സംഖ്യ അല്ലെങ്കിൽ ഹാൾഡി രാമാനുജൻ നമ്പർ അല്ലെങ്കിൽ ടാക്സേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പറാണ് 1729. 1729 മറന്നു പോകരുത്. 1729. 1729 മറന്നു പോകരുത്. ഒന്നുകൂടെ പറഞ്ഞേ, 1729. 1729. 1729. 1729. ഓക്കെ അല്ലേ? രാമാനുജൻ സംഖ്യ, രാമാനുജൻ നമ്പർ എന്ന് വരാറുള്ളൂ. രാമാനുജൻ നമ്പർ അല്ലെങ്കിൽ രാമാനുജൻ സംഖ്യ ഏതാണ്? 1729. ഒന്ന് പറഞ്ഞേ, 1729. 1729 മാറിപ്പോകരുത്, മറന്നു പോകരുത്. ചിലപ്പം ഓപ്ഷന് ചിലപ്പം 1297 കാണും. നമ്പറിൽ അങ്ങോട്ട് ഷഫിൾ ആയിരിക്കും. 1279 ആയിരിക്കും. ഇതൊന്നുമല്ല നമ്മുടെ ആൻസർ. മാറിപ്പോകരുത്. 1729 മാറിപ്പോകരുത്. 1729. 1729. രാമാനുജൻ സംഖ്യയുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം. രാമാനുജൻ സംഖ്യ എന്ന് വെച്ചാൽ ഒരു ജോഡി സംഖ്യകളുടെ ക്യൂബാണ്. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഒരു ജോഡി സംഖ്യകളുടെ ക്യൂബിന്റെ തുകയായിരിക്കും. ഒരു ജോഡി സംഖ്യയുടെ ക്യൂബിന്റെ തുക. ഉദാഹരണം ഞാൻ പറയാം. 1 ക്യൂബ് പ്ലസ് 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. 1 പ്ലസ് 1ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 തന്നെ. 12ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1728. 1 പ്ലസ് 1728 എന്ന് പറയുന്നത് 1729. 1729 പരീക്ഷയ്ക്ക് വരും. അതിനുവേണ്ടി ഞാൻ പറയുന്നത്. അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇത് രാമാനുജൻ സംഖ്യയുടെ സ്പെസിഫിക്കേഷൻ ആണ്. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് എന്ന് പറയുന്നത് 1729 ആണ്. ഒരു ജോഡി സംഖ്യകളുടെ ക്യൂബുകളുടെ തുക എന്ന് പറയുന്നത് രാമാനുജൻ സംഖ്യ ആയിരിക്കും. അത് ഈ സംഖ്യകൾ മാത്രമുള്ള, എല്ലാ സംഖ്യകളും ഇല്ല, 1-2 സംഖ്യകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? 1729 മാറിപ്പോകരുത്. 1729. ഓക്കെ അല്ലേ? 1729. അങ്ങനെയാണെങ്കിൽ PSC വരുന്ന ചോദ്യം ഇങ്ങനെയാണ്. രാമാനുജൻ സംഖ്യ അല്ലാത്ത സംഖ്യ ഏത്? ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഞാൻ തൊട്ട് പുറകിൽ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. 9ന്റെ ക്യൂബ് പ്ലസ്, ഒരു സെക്കൻഡ്, ഓക്കെ. രാമാനുജൻ സംഖ്യയെ കുറിച്ച് ഞാൻ പറഞ്ഞു. 1729 ആണ്. ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞ എന്താണ്? ഏതിന്റെ ക്യൂബുകളൊക്കെയാണ്? 1 ക്യൂബ് പ്ലസ് 1 ക്യൂബ് പ്ലസ് ഏത് ക്യൂബാണ്? 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്. 1ന്റെ ക്യൂബ് പ്ലസ് 12ന്റെ ക്യൂബ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഒരു ജോഡിയും കൂടെ ഉണ്ട്. 9ന്റെ ക്യൂബ് പ്ലസ് 10ന്റെ ക്യൂബ്. 9ന്റെ ക്യൂബ് പ്ലസ് 10ന്റെ ക്യൂബ്. 9ന്റെ ക്യൂബ് എത്രയാടാ? 9ന്റെ ക്യൂബ് എത്രയാടാ?
9ന്റെ ക്യൂബ് എത്രയാ? നമ്മൾ പഠിച്ചില്ല. 9ന്റെ ക്യൂബ് എത്രയാണ്? സ്ക്വയറാണ് നമ്മൾ പഠിച്ചത്. 9ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 729. 10ന്റെ ക്യൂബ് എത്രയാടാ? 10ന്റെ ക്യൂബ് 10 × 10 × 10 10 × 10 100 100 × 10 എത്രയാണ്? 1000. 1000. 729 പ്ലസ് 1000 എത്രയാണ്? 1729. അപ്പൊ ജോഡി കറക്റ്റ് അല്ലേ? 2 ജോഡി ആയതുകൊണ്ടോ രാമാനുജൻ സംഖ്യയുടെ 2 സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒന്ന് 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് പരീക്ഷയ്ക്ക് വരുന്നതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത് 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ്, പിന്നെയുള്ള 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ്. മറന്നു പോകരുത്, ഈ 2 സംഖ്യകൾ മറന്നു പോകരുത്. 1729 വൺ വേർഡ് ആയിട്ട് ഓർത്തിരുന്നാൽ മതി. വൺ വേർഡ് ആയിട്ടാണ് മിക്കവാറും വരുന്നത്. ഇങ്ങനെയാണ് വരുള്ളൂ. 1700 ചിലപ്പോൾ ഒറ്റയാണെ കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കാം, അതുപോലെ ആയിരിക്കും. 1729 മാറിപ്പോകരുത്. 1729 1 7 2 9 മാറി മറിഞ്ഞെല്ലാം വരും. 10th ലെവലിലൊക്കെ സാറും ചോദിക്കുന്നതാണ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. PSC യുടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. രാമാനുജൻ സംഖ്യ അല്ലാത്തത് ഏത്? രാമാനുജൻ സംഖ്യ അല്ലാത്തത് ഏത്? ഇത് രാമാനുജൻ സംഖ്യ നമുക്ക് ഒറ്റയടിക്ക് അറിയാം. നമുക്കറിയാം, നമ്മൾ പഠിച്ചതനുസരിച്ച് ഇത് രാമാനുജൻ സംഖ്യ എന്നറിയാം. പക്ഷേ നമ്മൾ കാണുമ്പോൾ നമ്മുടെ സമയം കളയാൻ വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ആണിത്. നമ്മൾ ചിലപ്പോൾ ഇത് ചെയ്തു നോക്കാൻ പോകും. ചെയ്തു നോക്കാൻ ക്യൂബ് അറിയാമെങ്കിൽ ഓക്കെ, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. പക്ഷേ ഇതിൽ ഏത് ഓപ്ഷനാണ്? ABC എടുക്കുവാണെങ്കിൽ ഏത് ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ രാമാനുജൻ സംഖ്യ അല്ലാത്തത്? രാമാനുജൻ സംഖ്യ അല്ലാത്തത് ഏതാണ്? ഡി അല്ലേ? 1 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1 തന്നെയാണ്. 12 സ്ക്വയർ എന്ന് വെച്ചാൽ 144 നമ്മൾ പറഞ്ഞു. ഇപ്പൊ 145 ആവുള്ളൂ. 1729 ആവുമോ? ഇല്ല. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ ആൻസർ? രാമാനുജൻ സംഖ്യ അല്ലാത്തത് ഏതാണ്? രാമാനുജൻ സംഖ്യ അല്ലാത്ത ഏതാണ്? ഇതല്ലേ രാമാനുജൻ സംഖ്യ അല്ലാത്ത നമ്പർ? ഡി. ഓപ്ഷൻ ഡി ആണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 10th ലെവല് പ്രിലിംസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. രാമാനുജൻ സംഖ്യ അല്ലാത്ത സംഖ്യ ഏതാണ്? എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ മറന്നു പോകരുത്. 1729 രാമാനുജൻ സംഖ്യയാണ്. 1 ക്യൂബ് പ്ലസ് 12 ക്യൂബ് രാമാനുജൻ സംഖ്യയാണ്. 9 ക്യൂബ് പ്ലസ് 10 ക്യൂബ് രാമാനുജൻ സംഖ്യയാണ്. മാറിപ്പോവല്ല, മറന്നു പോകരുത്. ഈ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി മാറി ചോദിക്കും. കൺഫ്യൂഷൻ ആണ്. നമ്മൾ 2 തവണ മറന്നു ഇപ്പൊ ഓർക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ നമ്പർ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഈ നമ്പർ എല്ലാം ഉണ്ട്. 1 ഉണ്ടെന്ന് നമുക്കറിയാം, 7 ഉണ്ടെന്ന് അറിയാം, 2 ഉണ്ടെന്ന് അറിയാം, 9 ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ മൈൻഡ് ഷഫിൾ ആയി പോകും. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക 1729. ഓക്കെ അല്ലേ? മുമ്പോട്ട് പോകാലോ? ഓക്കെ. ഇനി പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു സംഖ്യയാണ്. രാമാനുജൻ സംഖ്യ പോലെ തന്നെ ഒരു സംഖ്യയാണ് കാപ്രിയേക്കർ സംഖ്യ, അല്ലെങ്കിൽ കാപ്രിയേക്കർ കോൺസ്റ്റന്റ് എന്ന് പറയും. ആ നമ്പർ ഒരു സെക്കൻഡ് ഞാനൊന്ന് ക്ലിയർ ചെയ്തോട്ടെ. ഒരു സെക്കൻഡ്. ഓക്കെ. കാപ്രിയേക്കർ സ്ഥിരാങ്കം അല്ലെങ്കിൽ കാപ്രിയേക്കർ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന നമ്പർ 6174. 6174. 6 ഉണ്ട്, 7 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്. 6 ൽ നിന്ന് കൂട്ടി 3 ൽ 1 കൂട്ടി 7 ആയി. 1 ൽ 3 കൂട്ടി 4 ആയി. ഓർത്തിരിക്കുക, വേറെ വഴിയില്ല. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള നമ്പറാണ്. ഈ രാമാനുജൻ സംഖ്യയും കാപ്രിയേക്കർ സ്ഥിരാങ്കവും മിക്കവാറും ചോദിക്കുന്നതാണ്. എല്ലാ പരീക്ഷയ്ക്കും മാറി മാറി ചോദിക്കുന്നതാണ്. PSC നടത്തുന്ന ഏത് പരീക്ഷയും, PSC മാത്രമല്ല, നമ്മുടെ കേട്ടറ്റ് എന്ന് പറയുന്ന പരീക്ഷ കേട്ടിട്ടുണ്ട്. ഈ പരീക്ഷയ്ക്കെല്ലാം സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ ഒന്നാണ് ഈ കാപ്രിയേക്കർ സ്ഥിരാങ്കവും രാമാനുജൻ സംഖ്യയും. അപ്പൊ കാപ്രിയേക്കർ സ്ഥിരാങ്കം എന്ന് വെച്ചാൽ ഈ നമ്പർ മാത്രം, അതിന്റെ സ്പെസിഫിക്കേഷൻസ് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ നമ്പർ മാത്രം ഓർത്തിരുന്നാൽ മതി. ഇതിന്റെ സ്പെസിഫിക്കേഷൻ അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ രാമാനുജൻ സംഖ്യയുടെ സ്പെസിഫിക്കേഷൻ അങ്ങനെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ കാപ്രിയേക്കർ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ 6174 എന്ന് പറഞ്ഞേ. 6174 എന്ന് പറഞ്ഞേ. 6174 6174. ഓക്കെ അല്ലേ? 6174. ഇതിന്റെ സ്പെസിഫിക്കേഷൻ എന്താന്ന് വെച്ചാൽ ഇതൊരു 4 ഡിജിറ്റ് നമ്പർ ആണ്. ഈ 4 ഡിജിറ്റ് നമ്പറിന്റെ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ, ഈ നമ്പർ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 6174 വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണെന്ന് പറഞ്ഞേ. 6174 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ടൈപ്പ് ചെയ്യട്ടെ പെട്ടെന്ന്. 6174 ഉപയോഗിച്ച്. ഓക്കെ, വെരി ഗുഡ്. 7641. 7641. ഇത് ഉപയോഗിച്ച് ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? ഏറ്റവും ചെറിയ സംഖ്യ 6174 ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതായിരിക്കും? ഓക്കെ, വെരി ഗുഡ്. 1467. 1467. ഇത് രണ്ടൊന്ന് കുറച്ചേ. ഇതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ട് ഞാൻ ബാക്കി ഇങ്ങോട്ട് പോവാം. 7641 മൈനസ് 1467 കുറച്ചേ പെട്ടെന്ന് എല്ലാവരും കുറച്ചേ. ഇത് ക്യാൻസലായി 11 ആവും. ഇത് ക്യാൻസലായി 13 ആവും. അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയുവാണ്.
ഇത് ക്യാൻസലായി 5 ആവും. പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞേ. വെരി ഗുഡ്. നമുക്ക് കിട്ടുന്ന കാപ്രിയേക്കർ കോൺസ്റ്റന്റ് തന്നെയായിരിക്കും 6174 തന്നെയാണ് നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ അതൊരു പ്രോപ്പർട്ടിയാണ് ഇതിന്റെ. ഇതില് 6174 ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യയും 6174 ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം ആ നമ്പർ തന്നെയായിരിക്കും. ആ നമ്പർ തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം പറയാം. ഇതാണ് ഒരു പ്രോപ്പർട്ടി. ഓക്കെ അല്ലേ എല്ലാവരും? ഒരു പ്രോപ്പർട്ടി ആണ്, മറന്നു പോകരുത്. ഇനി വേറൊരു പ്രോപ്പർട്ടി, ഒരു നാലക്ക സംഖ്യ, ഏതെങ്കിലും ഒരു നാലക്ക സംഖ്യ എടുത്തു. ഏതെങ്കിലും ഒരു നാലക്ക സംഖ്യ എടുത്തിട്ട് 4 1 3 4 എടുത്തോ. ഈ സംഖ്യ വെച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യ, ഈ സംഖ്യ, ഇതൊരു 5 എടുത്തോ, 4 1 3 5. ഈ സംഖ്യ വെച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 5 4 3 1 അല്ലേ? ഈ സംഖ്യ വെച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏതാണ്? 1 3 4 5 അല്ലേ? ഇത് കുറയ്ക്കുമ്പോൾ നമുക്കൊരു നമ്പർ കിട്ടും. ഇത് കുറയ്ക്കുമ്പോൾ ഒരു നമ്പർ കിട്ടുമല്ലോ. ഈ നമ്പറിലെ ഈ കിട്ടുന്ന നമ്പർ, ഇത് പറഞ്ഞ എന്റെ ആൻസർ എത്രയാ? 11 12 3 അല്ലേ? എത്ര കിട്ടും? 6 പറഞ്ഞേ 8 0 4 4086 കിട്ടും. ഈ 4086 വെച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും ഇതുപോലെ പിന്നെയും നമ്മൾ കുറയ്ക്കുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെയും നമ്മൾ ഇങ്ങനെ കുറയ്ക്കുന്നു. അങ്ങനെ കുറച്ച് ഏറ്റവും അവസാനം വരുമ്പോൾ കിട്ടുന്ന ആൻസർ ഇത് തന്നെയായിരിക്കും. ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട്, മുമ്പോട്ട് ഒരുപാട് സ്റ്റെപ്പ് ചെയ്ത് പോകണം. ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ കോൺസ്റ്റന്റ് ഇതാ വരുള്ളൂ. അതാണ് കാപ്രിയേക്കർ കോൺസ്റ്റന്റ് പ്രത്യേകത. അത് ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ഒരു കേസ് ഓർത്തിരിക്കുക. ഇത് വെച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഖ്യയും ഇത് വെച്ച് നിർമ്മിക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ സംഖ്യയും കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം ഇത് തന്നെയായിരിക്കും എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അത് കിട്ടും. അത് കഴിഞ്ഞ് അഗെയിൻ പിന്നെയും ചെയ്ത് പോകുമ്പോൾ കിട്ടും നമുക്ക് ആൻസർ എന്ത് തന്നെയായിരിക്കും? ഏറ്റവും അവസാനം 3946. 3946 ആയിരുന്നു കിട്ടിയത്. ഓക്കെ, 3946 അഗെയിൻ കുറയ്ക്കുമ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9643 അല്ലേ? ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 3469 അല്ലേ? ഇത് അഗെയിൻ ഇങ്ങനെ കുറച്ച് ഈ സ്റ്റെപ്പ് ഒരുപാട് ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും? 6174 ആണ്. 6174 ഏതാണ്? നമ്മുടെ കാപ്രിയേക്കർ സ്ഥിരാങ്കം തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ പ്രത്യേകത. ഓക്കെ അല്ലേ? അടുത്ത കാര്യത്തിലേക്ക് പോയാലോ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കേസിൽ ഇടുകയാണ്. ഓക്കെ, ഇനി നമ്മുടെ NCERT ബേസ് ചെയ്ത് നമ്മുടെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ PSCക്ക് നേരത്തെ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലെവൽ 1 തൊട്ട് നമ്മൾ തുടങ്ങുവാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏതെങ്കിലും രണ്ട് സംഖ്യകൾ അതിന്റെ തുക 19 വ്യത്യാസം 5 ആയാൽ അതിൽ വലിയ സംഖ്യ ഏത്? രണ്ട് സംഖ്യകളുടെ തുക 19 വ്യത്യാസം, തുക എന്ന് വെച്ചാൽ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ 19 വ്യത്യാസം ഡിഫറൻസ് അല്ലെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ 5 ആണെങ്കിൽ അതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. വലിയ സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? അത് പല മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സംഖ്യ എ ആണെന്ന് വിചാരിച്ചോ, രണ്ടാമത്തെ സംഖ്യ ബി ആണെന്ന് വിചാരിച്ചോ. അപ്പൊ എയും ബിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണമെന്ന് നമ്മളോട് പറഞ്ഞേക്കുന്ന? 19. എയും ബിയും കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും നമ്മളോട് പറഞ്ഞേക്കുന്ന? എയും ബിയും കുറയ്ക്കുമ്പോൾ എത്ര കിട്ടണം? പറഞ്ഞേ. എയും ബിയും കുറയ്ക്കുമ്പോൾ എത്ര കിട്ടണം? മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ചെയ്യുമ്പോൾ എത്ര കിട്ടണം? എയും ബിയും കൂടെ കുറയ്ക്കുമ്പോൾ 5 കിട്ടണം എന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് നമ്മളോട് എയും ബിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതനുസരിച്ച് ഇതിൽ നിന്ന് രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഈ ഇക്വേഷൻ കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഉത്തരം കണ്ടുപിടിക്കാം. ഈ ഇക്വേഷൻ കുറയ്ക്കുവാണെങ്കിൽ എയും കുറച്ച് 0 ആകും. ബി മൈനസ് ബി ഈക്വൽ 2b ആവും. 90 - 5 ഈക്വൽ ടു അങ്ങനെ പിന്നെ 14 ആവും. അങ്ങനെ 2b ഈക്വൽ ടു 40, b ഈക്വൽ ടു 7 എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തു പോകാം. അങ്ങനെ ചെയ്യാൻ അറിയാവുന്നവർ അങ്ങനെ ചെയ്തോ. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ഇത് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്ത് പോകാം. അങ്ങനെ ചെയ്ത് പഠിച്ചവർ അങ്ങനെ തന്നെ ചെയ്തോ. പക്ഷെ ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗ്ഗം ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗം. ഇവിടെ നമ്മളോട് പറഞ്ഞു വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നമുക്ക് വേണമല്ലോ. ഒരു സംഖ്യ, രണ്ട് സംഖ്യ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിരിക്കും. ഉറപ്പല്ലേ? ഒരെണ്ണം വലുതുമായിരിക്കും, ഒരെണ്ണം ചെറുതുമായിരിക്കും എന്തായെങ്കിലും. അപ്പം അതിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഞാൻ പറയുന്നത്. ഫോർമുല എന്ന് ഓർക്കണ്ട, വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ഇതിലെ തുക പ്ലസ് വ്യത്യാസം. തുക എത്രയാണ്? 19 ആണ്. വ്യത്യാസം എത്രയാണ്? 5 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അതാണ് വലിയ സംഖ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഒന്നുകൂടെ പറയാം. രണ്ട് സംഖ്യകളുണ്ട്. അതിലെ രണ്ട് സംഖ്യയുടെ തുക 19 എന്നും പറഞ്ഞിട്ടുണ്ട്. രണ്ട് സംഖ്യയുടെ വ്യത്യാസം 5 എന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മൾ ആ തുക പ്ലസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ 2 ചെയ്യുക.
തുക എന്നുള്ളത് നമ്മുടെ എ പ്ലസ് ബി എന്ന് വിചാരിച്ചോ. എ പ്ലസ് ബി ആണ് 19 എന്ന് വിചാരിച്ചോ. എ മൈനസ് ബി ആണ് 5 എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യ പ്ലസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. തന്നിരിക്കുന്ന തുകയും വ്യത്യാസവും കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് വലിയ സംഖ്യ കിട്ടും. അപ്പൊ ചെറിയ സംഖ്യ കിട്ടണ എന്ത് ചെയ്താൽ മതിയായിരിക്കും? ചെറിയ സംഖ്യ കിട്ടണ എന്ത് ചെയ്താൽ മതിയായിരിക്കും? അതിലെ തുകയും പറഞ്ഞോ. അശ്വതി, എന്താ സംശയമുണ്ടോ? സംശയമുണ്ടോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. വേറെ ആർക്കെങ്കിലും സ്ക്രീൻ കാണാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്ക്രീൻ കാണാമെങ്കിൽ യെസ് ഒന്ന് അടിക്കാവോ? സ്ക്രീൻ കാണാമെങ്കിലോ നമ്മൾ ചെയ്യുന്ന എഴുതുന്ന കാണാമെങ്കിലോ കാണല്ലേ? ഒന്നുകൂടെ ചെക്ക് ചെയ്യാവോ? നമ്മുടെ നെറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കാവോ? നമുക്ക് മാത്രമേ പ്രശ്നമുള്ളൂ നോക്കാവോ? ഒന്ന് ചെക്ക് ചെയ്യണേ, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ പറയുവാണ്, രണ്ട് സംഖ്യയുടെ തുകയും വ്യത്യാസവും എന്നിട്ട് ആ സംഖ്യകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതിലെ വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ആ തുകയും വ്യത്യാസവും കൂടെ കൂട്ടിയിട്ട് ഡിവൈഡർ ബൈ 2 ചെയ്താൽ മതി. അതിലെ ചെറിയ സംഖ്യ കണ്ടുപിടിക്കണേ അങ്ങനെയാണെങ്കിൽ ആ തുകയിൽ നിന്ന് വ്യത്യാസം കുറച്ചിട്ട് ഡിവൈഡർ ബൈ 2 ചെയ്താൽ മതി. ഉത്തരം ഒന്ന് പറയാമോ? അങ്ങനെയാണ് വലിയ സംഖ്യ എത്രയായിരിക്കും? 19 + 5. 19 + 5 എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞേ. 24 ഡിവൈഡർ ബൈ 2. 24 ഡിവൈഡർ ബൈ 2 എത്രയാണ്? 12. 12 ആണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യ ഏതാണ്? 12 ആണ് വലിയ സംഖ്യ. ചെറിയ സംഖ്യ ഏതാണ്? 7. ഇപ്പൊ നോക്കിയേ, നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. തുക എന്ന് വെച്ചാൽ പ്ലസ് ആണ്. 12 + 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 19 കിട്ടൂലേ? 12 - 7 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടൂലേ? കറക്റ്റ് അല്ലേ നമ്മുടെ ഉത്തരം? ഒന്നുകൂടെ പറയാം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഈ മൊത്തം ആവശ്യമുണ്ട്, അതുകൊണ്ട് പറയാൻ പോകുന്നത്. ഇത് സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ചെയ്ത് പോകണം. അല്ലെങ്കിൽ നമ്മൾ എയും ബിയും എക്സും വൈ ഒക്കെ വെച്ച് ഒരുപാട് ചെയ്ത് പോകണം. ഒരുപാട് സമയം എടുക്കും. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത്, രണ്ട് സംഖ്യയുടെ തുക ഇവിടെ 19 എന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ട് സംഖ്യയുടെ വ്യത്യാസം 5 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇങ്ങനെ വരുന്ന കേസിൽ അതിൽ നിന്ന് നമുക്ക് വലിയ സംഖ്യ കണ്ടുപിടിക്കാം, ചെറിയ സംഖ്യ കണ്ടുപിടിക്കാം. അപ്പൊ വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ തുക പ്ലസ് വ്യത്യാസം എഴുതി വെച്ചോയെ. തുക പ്ലസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ 2. വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ തുക പ്ലസ് വ്യത്യാസം ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തുക പ്ലസ് പ്ലസ് ആണോ? തുക മൈനസ് വ്യത്യാസം ബൈ 2. ഓക്കെ അല്ലേ? വ്യത്യാസം ബൈ 2. അപ്പൊ നമുക്ക് രണ്ട് നമ്പർ കിട്ടും. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചേക്കുന്നത് അതെടുത്ത് എഴുതിയാൽ മതി. നമ്മളോട് വലിയ സംഖ്യയാണ് ചോദിച്ചേക്കുന്നത്. വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര കിട്ടിയത്? 12. അതല്ല നമ്മുടെ ഉത്തരം. ചെറിയ സംഖ്യ നമുക്ക് 7 കിട്ടി. നമ്മുടെ ഉത്തരം 12 ആണ്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എല്ലാവരും ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നെ ചെയ്യാം. ചെയ്തോ. രണ്ട് സംഖ്യയുടെ തുക 24 വ്യത്യാസം 8 ആയാൽ വലിയ സംഖ്യ ഏതാണ്? രണ്ട് സംഖ്യയുടെ തുക 24 വ്യത്യാസം 8 ആയാൽ വലിയ സംഖ്യ ഏതാണ്? തന്നെ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചോ. എന്ത് ചെയ്താൽ മതി? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നേരെ എടുത്ത് എഴുതിയാൽ മതി. ഇതിൽ ഇനി ഫോർമുല എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ വലിയ സംഖ്യ ചോദിച്ചേക്കുന്ന വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ വലിയ സംഖ്യ മാത്രം കണ്ടുപിടിച്ചാൽ മതി. വലിയ സംഖ്യ എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, വെരി ഗുഡ്. എത്ര കിട്ടി? പറഞ്ഞ് ടൈപ്പ് ചെയ്ത് പറയണ്ട, ടൈപ്പ് ചെയ്താൽ മതി. 24 പ്ലസ് എന്ത് ചെയ്താൽ മതി? 24 + 8 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ പോരെ? വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ പ്ലസ് ആണ് ചെയ്യേണ്ടത്. 24 + 8 ഡിവൈഡഡ് ബൈ 2. 24 + 8 എത്രയാണ്? 32/2. 32/2 എത്രയാണ്? 16. നമ്മുടെ ഉത്തരം എത്രയാണ്? 16. അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. ചെറിയ സംഖ്യയുടെ കണ്ടുപിടിച്ച ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 24 - 8 ഡിവൈഡഡ് ബൈ 2. 24 - 8 ഡിവൈഡഡ് ബൈ 2. 24 - 8 ഡിവൈഡഡ് ബൈ 2. 16/2. വെരി ഗുഡ്. 16/2 എത്രയാണ്? 8. അപ്പൊ ചെറിയ സംഖ്യയും വലിയ സംഖ്യയും കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണ് നമുക്ക് അടുത്ത കേസിലോട്ട് പോയാലോ? അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, തന്നെ ചെയ്തോ. അതിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും കണ്ടുപിടിച്ചോ. വലിയ സംഖ്യയും കണ്ടുപിടിക്കണം, ചെറിയ സംഖ്യയും കണ്ടുപിടിക്കണം. രണ്ടും കണ്ടുപിടിച്ചോ. PSC വരുമ്പോൾ മാത്രം നമുക്ക് ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതി. ഇപ്പൊ വലിയ സംഖ്യയും കണ്ടുപിടിക്കണം, ചെറിയ സംഖ്യ. ഇതിന്റെ രണ്ടാമത്തെ മെത്തേഡ് ആർക്കെങ്കിലും കാണിച്ചു തരണോ? അതിന്റെ ക്വാഡ്രാറ്റിക് ആയിട്ടുള്ള മെത്തേഡ് ആർക്കെങ്കിലും കാണിച്ചു തരണേ? പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. അതിന്റെ ക്വാഡ്രാറ്റിക് മെത്തേഡ് ആർക്കെങ്കിലും ചെയ്ത് കാണിക്കണമെങ്കിൽ ഒന്ന് യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ചെയ്ത് കാണിക്കാം.
രണ്ട് സംഖ്യയുടെ തുക 26 വ്യത്യാസം 16 ആണെങ്കിൽ വലിയ സംഖ്യ ഏതാണ്? വലിയ സംഖ്യ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 26 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 2 ആൻസർ കിട്ടുന്നുണ്ട്. വെരി ഗുഡ്. 26 മൈനസ് 16 ബൈ 2 രണ്ടും വേണം നമുക്ക്. 26 പ്ലസ് 16 എത്രയാണ്? 26 പ്ലസ് 16 എത്രയാണ്? 42 ബൈ 2 അല്ലെ? 42 ബൈ 2 എത്രയാണ്? 21. വെരി ഗുഡ്. 21. വെരി ഗുഡ്. ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ സംഖ്യ 10 ബൈ 2. 10 ബൈ 2 5. വെരി ഗുഡ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇതാണ് ഇതിന്റെ കറക്റ്റ് ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, വെരി ഗുഡ്. ഇനി നമ്മൾ അടുത്ത മെത്തേഡിലേക്ക് പോകണം. അടുത്ത മെത്തേഡ് എന്ന് പറയുമ്പോൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇതാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു പേനയും ഒരു ബുക്കും, മാറിപ്പോകരുത്. ഒരു പേനയും ഒരു ബുക്കും കൂടി ആകെ വില 65 രൂപ. ഇത് ബുക്കിനേക്കാൾ 25 രൂപ കൂടുതലാണ് പേനയ്ക്ക് എങ്കിൽ ബുക്കിന്റെ വില, പേനയുടെ വില നമുക്ക് കണ്ടുപിടിക്കണം. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒരു പേനയും ഒരു ബുക്കും കൂടെ വാങ്ങിയപ്പോഴുള്ള വിലയാണ് 65. അന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കണം ഇത് തുകയാണ്. മറന്നു പോകരുത്, ഇത് തുകയാണ്. കൂട്ടുമ്പോൾ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം തുകയാണ്. ഒരു പേനയും ഒരു ബുക്കും കൂടെ വാങ്ങിയപ്പോൾ അതിന്റെ വില 65 ആണ്. അതിന്റെ അർത്ഥം അതിന്റെ തുകയെന്നാണ് അതിന്റെ ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? അടുത്തത്, ബുക്കിനേക്കാൾ 25 രൂപ കൂടുതലാണ് പേനയ്ക്ക്. അപ്പൊ പേനയ്ക്കാണ് വില കൂടുതൽ. അപ്പൊ പേന മൈനസ് ബുക്കാണ്. ബുക്കിനേക്കാൾ 25 രൂപ കൂടുതൽ. അപ്പൊ വ്യത്യാസമാണ് 25. മറന്നു പോകരുത്, വ്യത്യാസമാണ്. ക്വസ്റ്റ്യൻ കുഴപ്പിക്കാൻ വേണ്ടി നമ്മുടെ പല രീതിയിൽ ചോദിക്കും. പക്ഷെ ഇത് വ്യത്യാസമാണ്, മറന്നു പോകല്ല. ഒരു പേനയും ഒരു ബുക്കും കൂടി ആകെ വില 65. ആകെ വില എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ തുകയാണ് ആഡ് ചെയ്യുമ്പോൾ. ബുക്കിനേക്കാൾ 25 രൂപ കൂടുതലാണ് പേനയ്ക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം പേനയ്ക്കാണ് വില കൂടുതൽ. പേനയിൽ നിന്ന് ബുക്കിന്റെ വില കുറയ്ക്കുമ്പോഴാണ് 25 കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഉദാഹരണം പറയുവാണെങ്കിൽ പേനയുടെ വില 30ഉം ബുക്കിന്റെ വില 10 എന്ന് വിചാരിച്ചോ. അപ്പം ബുക്കിനേക്കാൾ എത്ര രൂപ കൂടുതലാണ് പേനയ്ക്ക്? ബുക്കിനേക്കാൾ 20 രൂപ കൂടുതലാണ് പേനയ്ക്ക്. അപ്പൊ അതാണ് അവിടെ കൂടുതൽ ഉദ്ദേശിക്കുന്നത്. വ്യത്യാസം തന്നെയാണ്. 30 മൈനസ് 10 ഉദ്ദേശിക്കുന്നത് അവിടെ ക്വസ്റ്റ്യനിലോ. ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ അതില? ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് സംശയം ഉണ്ടോ ആർക്കെങ്കിലും? രണ്ടാമത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് ബുക്കിനേക്കാൾ 25 രൂപ കൂടുതലാണ് പേനയ്ക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ആ വ്യത്യാസമാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണ് ഇതിന്റെ ബുക്കിന്റെ വില എത്രയാണ്, പേനയുടെ വിലയാണ് എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞേ. നമ്മൾ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. കൂട്ടുമ്പോൾ 65ഉം കുറയ്ക്കുമ്പോൾ 25ഉം. തുക 25ഉം വ്യത്യാസം 65ഉം ആണ്. അതിലെ വലിയ വില പേനയുടെ വിലയാണ്. ചെറിയ വില ബുക്കിന്റെ വിലയാണ്. അത് ആദ്യം മനസ്സിലാക്കണം. വലുതാണ് ഇവിടെ പേന. അത് മറന്നുപോലെ, വലുതാണ് പേന. അത് ആദ്യം ഡിഫറൻഷിയേറ്റ് എടുത്താൽ മതി. ബാക്കി നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി? വലിയ സാധനത്തിന്റെ വലിയ വില കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? 65 പ്ലസ് 25. 65 പ്ലസ് 25 എത്രയാണ്? ചെയ്തു വെക്കും. 65 പ്ലസ് 25 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് പേനയുടെ വില കിട്ടും. കാരണം പേനയാണ് അവിടെ കൂടുതൽ. 65 മൈനസ്, ഒരു സെക്കൻഡ്. ഓക്കെ, 65 മൈനസ് 25 ബൈ 2. 65 പ്ലസ് 25 എത്രയാണ് പറഞ്ഞത്? 65 പ്ലസ് 25 പെട്ടെന്ന് പറഞ്ഞേ. ഉത്തരം കിട്ടിയവരുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. 90 ബൈ 2 എന്ന് പറയുമ്പോൾ എത്ര? ഞാൻ ആൻസർ എഴുതി പോവാണ്. 45. 65 മൈനസ് 25 എത്രയാണ്? 40 ബൈ 2 20. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു പേനയ്ക്കാണ് വില കൂടുതൽ. ഞാൻ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല, പക്ഷെ ക്വസ്റ്റ്യനിൽ അങ്ങനെയാണ് വന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചെല്ലാം ചോദിക്കും. പക്ഷെ നമ്മുടെ കോമൺ സെൻസ് വെച്ച് മാറി പോകരുത്. പേനയ്ക്ക് വില കുറവാന്ന് പറഞ്ഞ് പേനയുടെ വില 20 എന്ന് എഴുതരുത്. കാരണം ഇവിടെ വലുത് പേനയാണ്. പേനയുടെ വിലയാണ് ഇവിടെ കൂടുതൽ. ഇത്തിരി പാർക്കർ പേനയാണെന്ന് വിചാരിച്ചോ. പാർക്കർ പേനയാണ്. പാർക്കർ പേനയ്ക്ക് ബുക്കിനേക്കാൾ വില കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മനസ്സിലായോടാ? അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ എഴുതുമ്പോൾ മാറിപ്പോകരുത്. നമ്മുടെ ലോജിക്ക് അനുസരിച്ച് നമ്മൾ എഴുതരുത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ അതനുസരിച്ച് എഴുതാവുള്ളൂ. ഇവിടെ ബുക്കിന്റെ വില 20ഉം പേനയുടെ വില നേരെ തിരിച്ചുമാണ്. നമ്മൾ അറിയാതെ മാറി എഴുതി പോകും. ബുക്കിന് 20ഉം പേനയ്ക്ക് 45ഉം ആണ്. ഓക്കെ ആണോ? ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ അല്ലേ? ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? തമ്പിട്ടേടാ, എല്ലാവരും തമ്പിട്ടേ ഒന്ന് ആക്റ്റീവായിട്ടിരുന്നേ. തമ്പിട്ട് വിട്ടേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ്. ഇത് അല്ലാതെ ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അല്ലാതെ ഞാൻ വേണമെങ്കിൽ ഒന്നും ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അത് കണ്ടിരുന്നോ? ഒരു പേന എന്ന് പറയുമ്പോൾ 1 പെൻ പ്ലസ് 1 ബുക്ക് ഈസ് ഈക്വൽ ടു രണ്ടുകൂടെ കൂട്ടുമ്പോൾ 65 ആണ്. 1 പെൻ മൈനസ് 1 ബുക്ക് ഈസ് ഈക്വൽ ടു 25 ആണ്. ഇത് നമ്മൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ അഡീഷന്റെ റൂൾ ഒക്കെ അവിടെ അറിഞ്ഞിരിക്കണം. ഇത് രണ്ട്, ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണ്. പോസിറ്റീവ് നെഗറ്റീവും കുറയ്ക്കുമ്പോഴത്തെ കാര്യമൊക്കെ അറിയണം. ഞാനിവിടെ കുറയ്ക്കാനാണ് പോകുന്നത്. ഈ ഇക്വേഷൻ കുറയ്ക്കാനാണ് പോകുന്നത്. കുറയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് കിട്ടും 1p മൈനസ് 1p. 1p മൈനസ് 1p എന്ന് പറയുമ്പോൾ 0 ആകും. 1b മൈനസ്
മൈനസ് 1b എന്ന് വരും. 1b മൈനസ് 1b എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ഇത് 2b എന്ന് കിട്ടും, പ്ലസ് 2b എന്ന് കിട്ടും. അറിയാവുന്നവർക്ക് ഓക്കെയാണ്, അറിയത്തില്ലാത്തവർക്ക് ഇച്ചിരി കൺഫ്യൂഷൻ കാണാം. നമുക്ക് അടുത്ത ദിവസം നമ്മുടെ നമ്പർ സിസ്റ്റം പറയുമ്പോൾ നമുക്ക് പറയാം. നമ്പർ സിസ്റ്റം അല്ല, അഡീഷണൽ റൂൾസ് പറയുമ്പോൾ അത് പറയാം. അപ്പൊ മൈനസും മൈനസും പ്ലസ് ആവും. 1b പ്ലസ് 1b എന്ന് പറയും. 2b ഇസ് ഈക്വൽ ടു, ഇത് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 65 മൈനസ് 25 എത്രയാണ്? 40. അപ്പൊ 2b ഇസ് ഈക്വൽ ടു 40. ബി രണ്ട് ബുക്കിന് 40 ആണെങ്കിൽ 1b ഇസ് ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 2. 40 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ബുക്കിന്റെ വില 20 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ബുക്കിന്റെ വില 20 എന്ന് കിട്ടിയാൽ ആ ബുക്കിന്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 പെൻ പ്ലസ് 1 ബുക്ക്, ബുക്കിന്റെ വില 20 എന്ന് കിട്ടി. 1 into 20 ഇസ് ഈക്വൽ ടു 65 എന്ന് കിട്ടും. ആ 1p പ്ലസ് 1 into 20 20 എന്ന് വരും, ഇസ് ഈക്വൽ ടു 65 കിട്ടും. പ്ലസ് 20 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് 20 വരും. 1p ഇസ് ഈക്വൽ ടു 65 മൈനസ് 20. 65 മൈനസ് 20 ഇസ് ഈക്വൽ ടു 45 ഉത്തരം കിട്ടും. ഒരു പേനയുടെ വില 45 ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ഇക്വേഷൻ ബേസ് ചെയ്യുവാണെങ്കിൽ, ഇക്വേഷൻ ബേസ് അല്ല, ഇതിന്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബേസ്, നമ്മുടെ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചെക്ക് ചെയ്ത് ക്രോസിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം അതാണ്. അങ്ങനെ ചെയ്യുന്നേക്കാൾ എന്ത് എളുപ്പമുണ്ട്? ഇത് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും ചെയ്തു പോകേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞെന്നുള്ളൂ. അങ്ങനെ അടുത്ത ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശരിക്കും ഒന്ന് വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ വേറെ ലെവലാണ്, രണ്ടാമത്തെ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, ലെവൽ 2 ആണ്. ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ എന്താ? രണ്ട് സംഖ്യകളുടെ തുക 23 തുകയാണ്. തുക ഇവിടെ ഓക്കെ, തുക എന്ന് പറയുമ്പോൾ പ്ലസ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഗുണനഫലം എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ ആയി. എന്ത് ചെയ്യും? മൾട്ടിപ്ലിക്കേഷൻ ആയി. രണ്ട് സംഖ്യകളുടെ തുക 23 ഗുണനഫലം 26 ആയാൽ വ്യൂൽക്രമം എന്ന് വെച്ചാൽ എന്താ അറിയാ? വ്യൂൽക്രമം മലയാളത്തിൽ, അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ എഴുതിയത്. റെസിപ്രോക്കൽ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്. റെസിപ്രോക്കൽ എല്ലാവർക്കും അറിയാം. വ്യൂൽക്രമങ്ങളുടെ തുക എന്ന് വെച്ചാൽ ആർക്കും അറിയത്തില്ല. വ്യൂൽക്രമം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം റെസിപ്രോക്കൽ ആണ്. റെസിപ്രോക്കൽ. ഏത് ക്വസ്റ്റ്യൻ? 126. ഈ ക്വസ്റ്റ്യന്റെ ആണോ? സാറ് 26 സോറി 126. ഓക്കെ, 126. ഓക്കെ, സോറി 126 ആണ്, 26 അല്ല. ഓക്കെ അല്ലേ? അപ്പൊ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അറിയാവോ? റെസിപ്രോക്കൽ 6 എന്ന് പറഞ്ഞ നമ്പറിന്റെ റെസിപ്രോക്കൽ എത്രയെന്ന് അറിയാവോ? 6 എന്ന് പറഞ്ഞ നമ്പറിന്റെ റെസിപ്രോക്കൽ എത്ര അറിയാവോ? റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1 ഡിവൈഡഡ് ബൈ 6. കേട്ടില്ല? ഓക്കെ, ഇങ്ങനെയാണ് പറഞ്ഞത്. 1/6 ആയിരിക്കും. ഓക്കെ, 6 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ 1/6 ആയിരിക്കും. 2 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എത്രയായിരിക്കും? 1/2 ആയിരിക്കും. അങ്ങനെയാണ് 1/2 എന്ന് പറയുന്ന നമ്പറിന്റെ റെസിപ്രോക്കൽ എത്രയായിരിക്കും? 2/1 ആയിരിക്കും. 2/1 എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് 2/1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല, 2 എന്ന് തന്നെ എഴുതിയാൽ മതി. 2/1 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2 തന്നെയാണ്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താണ്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ക്വസ്റ്റ്യൻ അതാണോ? അല്ല. രണ്ട് സംഖ്യയുടെ തുക, അപ്പൊ ഏതോ രണ്ട് സംഖ്യ എയും ബിയും എന്ന് പറയുന്ന രണ്ട് സംഖ്യ കൂട്ടിയപ്പോൾ 23 കിട്ടി. ഗുണനഫലം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 126 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏതാണ്? എങ്ങനെ ചെയ്യാൻ പറ്റും? ലോജിക്കലി നമുക്ക് എത്തിപ്പെടാൻ വേണമെങ്കിൽ രണ്ട് സംഖ്യ കൂട്ടുമ്പോൾ 126 കിട്ടുന്ന സംഖ്യ നോക്കിയാൽ മതി. അത്ര എളുപ്പമായിരിക്കത്തില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ 21ഉം 22 കൂടെ കൂട്ടുമ്പോൾ 23 കിട്ടും. അപ്പൊ 1 × 22 ചെയ്യുമ്പോൾ 22 അല്ലേ കിട്ടുള്ളൂ, 126 വന്നില്ലല്ലോ. അപ്പൊ അടുത്ത് ചെയ്യണം 2 + 21. 2ഉം 21 കൂടെ കൂട്ടുമ്പോൾ 23 കിട്ടും. പക്ഷെ 21 × 2 എന്ന് പറയുമ്പോൾ 42 ആയതേ ഉള്ളൂ, 126 ആയില്ല. 3 + 20 23 കിട്ടി. പക്ഷെ 20 × 3 60 ആയതേ ഉള്ളൂ. 4 + 19 അങ്ങനെ ചെയ്ത് വേണമെങ്കിൽ ലോജിക്കലി പോകാം. പക്ഷെ നമ്മുടെ സമയം ഒരുപാട് പോകും, നമുക്ക് അതിനൊന്നും സമയമില്ല. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? ഇതിന്റെ വേറൊരു മെത്തേഡ്, നമ്മുടെ സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ സാധാരണ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ വ്യൂൽക്രമങ്ങളുടെ തുക എന്ന് പറഞ്ഞേക്കുന്നത്. വ്യൂൽക്രമങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അത്ര ഒന്നും ചിന്തിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇത്ര ഒരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. തുക ഡിവൈഡഡ് ബൈ സംഖ്യകളുടെ തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ, വ്യൂൽക്രമങ്ങളുടെ തുക എന്നാണ് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്താൽ മതി? ഒരെണ്ണം പ്ലസ്സും ആയിരിക്കണം, ഒരെണ്ണം ഗുണനം ആയിരിക്കണം, മാറിപ്പോകരുത്. ഒരെണ്ണം പ്ലസ്സും ഒരെണ്ണം ഗുണനം ആണെങ്കിൽ തുക ഡിവൈഡഡ് ബൈ വ്യൂൽക്രമം, തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം. നമ്മുടെ തുക എത്രയാണ്? 23 ഡിവൈഡഡ് ബൈ 126 ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ?
ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ രണ്ട് സംഖ്യകളുടെ തുക 23 ഗുണനഫലം 126 ആയാൽ വ്യൂൽ ക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം വെറുതെ ചെയ്താൽ മതി. ഇവിടെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ അല്ലാത്ത രീതി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അല്ലാതെ ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചാൽ വെറുതെ സമയം കളയാൻ വേണ്ടി പറയുന്നുള്ളൂ. അതിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/a ആണ്. സെക്കൻഡ് റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 1/b ആണ്. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 into b പ്ലസ് 1 into a ബൈ a into b ഇങ്ങനെയാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. a into b ഇങ്ങനെയുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പം a പ്ലസ് ബി എന്ന് പറയുമ്പോൾ അതിന്റെ തുകയാണ്. പ്ലസ് എന്ന് പറയുമ്പോൾ തുകയാണ്. ഡിവൈഡഡ് ബൈ a into b എന്ന് പറയുമ്പോൾ ഗുണനഫലമാണ്. മൾട്ടിപ്ലൈ ചെയ്യുന്നതിന്റെ ഗുണനഫലമാണ്. അങ്ങനെയാണ് ആ ഫോർമുല വരുന്നത്. അതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെയാണ് ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് എഴുതിയേക്കുന്നത്. നമ്മൾ ചോദിക്കാത്ത ഒരു ക്വസ്റ്റ്യൻ അഡീഷണൽ ആയിട്ടിട്ടില്ല. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാത്സിന്റെ ഒരു പ്രത്യേകത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാറുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ മാത്രമേ ചോദിക്കാറുള്ളൂ. ക്വസ്റ്റ്യൻ ബാങ്ക് ഉദ്ദേശിക്കുന്ന PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് കാണും. ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തുള്ള ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്സ് മാറിയുള്ള ക്വസ്റ്റ്യൻസ് സാറിന് ചോദിക്കാറ്. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം. തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം മറന്നു പോകരുത്. വ്യൂൽക്രമങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ വ്യൂൽക്രമങ്ങളുടെ തുകയാണ് മറന്നു പോകല്ല. റെസിപ്രോക്കൽ നമ്പേഴ്സിന് സമ്മാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം. ഇവിടെ തുക എന്ന് പറയുന്നത് 23 ആണ്. ഗുണനഫലം എന്ന് പറയുന്നത് 126 ആണ്. ഇത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഓപ്ഷൻ കാണും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.something അല്ല കിട്ടുന്ന 0.0 something എന്ന് പറഞ്ഞു വരും. അത് ചെയ്യേണ്ട ആവശ്യമില്ല. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ. അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. 23 എന്താണെന്ന് നമുക്കറിയാം. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ കിടക്കുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണും ഉറപ്പായിട്ടും ക്വസ്റ്റ്യനിൽ. ഓക്കെ അല്ലേ? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യൻ ചെയ്തോ. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ ചെയ്തോ. രണ്ട് സംഖ്യകളുടെ തുക 11 ഗുണനഫലം 28 ആയാൽ വ്യൂൽക്രമങ്ങളുടെ തുക റെസിപ്രോക്കലിന്റെ തുക എത്രയാണ്? പെട്ടെന്ന് കണ്ടുപിടിക്കാവോ? പെട്ടെന്ന് കണ്ടുപിടിക്കാം. കുറച്ച് ഇതുപോലത്തെ കുറച്ച് ഫോർമുലകൾ ഉണ്ട്. അത് മറന്നു പോകരുത്. ചെയ്യാം. എല്ലാവരും ചെയ്തു തന്ന പെട്ടെന്ന് ചെയ്തേ. സമയങ്ങളത് പെട്ടെന്ന് ചെയ്തേ. സിമ്പിൾ ഉത്തരവാണ്. വെരി ഗുഡ്. ഒന്നും ചെയ്യാനില്ല. ഇവിടെ തുക ഏതാന്ന് നോക്കുക, ഗുണനഫലം ഏതാന്ന് നോക്കുക. നമ്മുടെ ഫോർമുല എന്താണ്? തുക ഡിവൈഡഡ് ബൈ. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോൾ എന്താണെന്ന് പോലും ഓർക്കത്തില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ചെറുതായിട്ടൊന്ന് പേജ് മറിച്ച് വിടുക. ജസ്റ്റ് വായിച്ചു പോയാൽ മതി. തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം. തുക ഡിവൈഡഡ് ബൈ ഗുണനഫലം. ഓക്കെ അല്ലേ? അപ്പൊ തുക എന്ന് പറയുമ്പോൾ 11 ഡിവൈഡഡ് ബൈ 28. സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം 11 ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പ്രൈം നമ്പർ ആണ്. അപ്പൊ പ്രൈം നമ്പർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് പെടപെടാന്ന് പറഞ്ഞ് ചെയ്ത് നോക്കൂ. രണ്ട് സംഖ്യകളുടെ തുക 35 ഗുണനഫലം 304 ആയാൽ വ്യൂൽ ക്രമങ്ങളുടെ തുക എത്ര? റെസിപ്രോക്കലിന്റെ തുക എത്ര? റെസിപ്രോക്കൽ എന്നുള്ള നമ്പർ മറന്നു പോകല്ല. വ്യൂൽ ക്രമം എന്നുള്ള നമ്പർ മറന്നു പോകല്ല. രണ്ട് സംഖ്യകളുടെ തുക 35 ഗുണനഫലം 304 ആയാൽ വ്യൂൽ ക്രമങ്ങളുടെ തുക എത്ര? വെരി ഗുഡ്. കിട്ടിയ ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഇതേ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ഉത്തരം എത്രയാണ്? തുക ഏതാന്ന് നോക്കുക, വ്യൂൽ ക്രമം ഏതാന്ന് നോക്കുക. വെറുതെ ചെയ്താൽ പോരെ. എത്രയാണ്? 35 ഡിവൈഡഡ് ബൈ 304. ഇതും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരെണ്ണം ഓഡ് നമ്പർ ഒരെണ്ണം ഈവൻ നമ്പർ ഒക്കെ ആണ്. ബുദ്ധിമുട്ടായിരിക്കും. സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. എന്നിട്ടാണ് മുമ്പോട്ട് പോകാവുള്ളൂ. കാരണം ഓപ്ഷൻ ഇതില്ലെങ്കിൽ അത് സിംപ്ലിഫൈഡ് ഉത്തരവായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യയുടെ തുക 27 ഗുണനഫലം 180 ആയാൽ വ്യത്യാസം എത്ര? ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. മുമ്പത്തെ ക്വസ്റ്റ്യൻ ആണോ? മുമ്പത്തെ ക്വസ്റ്റ്യൻ അല്ല. ടൈപ്പ് മാറി. രണ്ടാമത്തെ ടൈപ്പാണ്. അടുത്ത ടൈപ്പാണ്. ടൈപ്പ് 3 ആണ്. രണ്ട് സംഖ്യയുടെ തുക ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഗുണനഫലം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എന്താ തന്നിട്ടുള്ളത്? A പ്ലസ് ബി തന്നിട്ടുണ്ട്. A പ്ലസ് ബി എന്ന് പറഞ്ഞാൽ A B രണ്ട് നമ്പേഴ്സ് ഓർത്തിരുന്നാൽ മതി. ചിലർക്ക് A പ്ലസ് ബി കാണുമ്പോഴേ പ്രശ്നം. അത് അങ്ങനെ ഒന്നും ഓർക്കേണ്ട. എയും ബി എന്ന് പറഞ്ഞാൽ ഏതോ രണ്ട് നമ്പേഴ്സ്, നമുക്കറിയാത്ത ഏതോ രണ്ട് നമ്പേഴ്സ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതുകൊണ്ടാണ് ഞാൻ A പ്ലസ് ബി ഇടുന്നത്. ചിലർക്ക് A പ്ലസ് ബിയും X പ്ലസ് വൈയും C പ്ലസ് ഡി ഒക്കെയാണ് ഭയങ്കര പ്രശ്നമാണ്. അതൊന്നും ഓർക്കണ്ട. എയും ബിയും ഏതോ രണ്ട് നമ്പർ, ആ രണ്ട് നമ്പറിനോട് കൂട്ടുമ്പോൾ 27 കിട്ടണം. ഗുണിക്കുമ്പോൾ A ഇൻറ്റു ബി, A ഇൻറ്റു ബിനെ നമുക്ക് വെറുതെ A ബി എന്ന് വേണം എഴുതാം. അത് 180 ആണ് എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വ്യത്യാസമാണ്. A മൈനസ് ബി. വ്യത്യാസം പറഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കേണ്ടത്. അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. നമുക്ക് എയും ബിയും കിട്ടിയാലും മതി. ശരിയല്ലേ? എയും ബി ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല.
ഇതിനൊരു ഫോർമുലയുണ്ട്. ഇത് ഒരുപാട് ചെയ്ത് കൊണ്ടുവരും അങ്ങനെയാണെങ്കിൽ. അല്ലാതെ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, നമ്മൾ മറ്റേ സ്ഫടികത്തിലൊക്കെ പറയുന്ന പോലെ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഇക്വേഷൻ ബേസിൽ ഈ ഫോർമുല കിട്ടുള്ളൂ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയിരുന്നാൽ മതി. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ ആണ്. എന്നിട്ട് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോകണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറെ സമയം എടുക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വ്യത്യാസം ഈ എ പ്ലസ് ബിയുടെ എടുത്താൽ പോരെ, എ മൈനസ് ബിയുടെ എടുക്കണം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ഫോർമുല എടുക്കണം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അറിയുന്നതെന്ന് പറഞ്ഞേ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. വെരി ഗുഡ്. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്ക്വയർ കളയണം. എ മൈനസ് ബി വ്യത്യാസം പറയുമ്പോൾ എ മൈനസ് ബി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ നമുക്കറിയാം. എ സ്ക്വയർ നമുക്കറിയാവോ? എ എത്ര നമുക്ക് അറിയത്തില്ല, ബി എത്ര നമുക്ക് അറിയത്തില്ല. എ നമുക്കറിയാം. അവിടെ നിൽക്കട്ടെ, അങ്ങനെ ചെയ്യണ്ട. അതിലും എളുപ്പമുള്ള ഫോർമുല ഞാൻ പറയാം. കൺഫ്യൂഷൻ ആവും നിങ്ങൾക്ക്. അതിലും ഭേദം എളുപ്പമുള്ള ഒരു ഫോർമുല പറയാം. ഇവിടെ തുക എത്രയാണ്? എ പ്ലസ് ബി 27 ഗുണനഫലം പ്രോഡക്റ്റ്, ഗുണനഫലത്തിന് ഇംഗ്ലീഷിൽ പറഞ്ഞ പേരാണ് പ്രോഡക്റ്റ് എന്നാ പറയുന്നത്. സമ്മ്, തുകയ്ക്ക് സമ്മെന്നും പറയും. സമ്മ് 27 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനഫലം 150 ആയാൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മാർഗം കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. ഇത് എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ബി സ്ക്വയർ മൈനസ് എവിടെ പഠിച്ചിട്ടുള്ള? ബീജഗണിത ഭാഗത്തിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ബി സ്ക്വയർ മൈനസ് 4ac. ബി സ്ക്വയർ മൈനസ് 4ac എന്നല്ല നമ്മൾ പഠിക്കുന്നത്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2 എന്ന് പറഞ്ഞ ഫോർമുല എടുക്കുന്ന ഒരു ഫോർമുല ഇത് അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. ഈ ഒരു ഫോർമുല മാത്രം പഠിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac, അതിന് മുകളിൽ ഒരു സ്ക്വയർ റൂട്ട് കൂടെ ഉണ്ട്. ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ബി സ്ക്വയർ എന്ന് വെച്ചാൽ തുകയാണ്. ഇവിടെ ബി എന്ന് വെച്ചാൽ ഇവിടെ തുകയാണ്. അത് മറന്നു പോകില്ല. ഒരു നമ്പർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ബി എന്ന് പറയുമ്പോൾ ഇവിടെ തുകയാന്ന് ഓർക്കുക. ഗുണനഫലം എ ഇൻറ്റു സി ഗുണനഫലം എന്ന് ഓർക്കുക. എ ഇൻറ്റു സി എന്ന് പറയുമ്പോൾ ഇൻറ്റു അവിടെ വരുന്നുണ്ട്. അത് ഗുണനഫലമാണ്. ബി മാത്രം ഉള്ളതുകൊണ്ട് അത് തുകയാന്ന് ഓർക്കുക. അപ്പം ബിയുടെ പകരം നമ്മൾ എന്തിട്ട് കൊടുക്കണം? ബി ഇവിടെ ഏതാണെന്ന് നോക്കുക. ബിയുടെ പകരം വരെ തുകയാണ്. തുക 27 27ന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. മൈനസ് 4 ഇൻറ്റു എ സി എത്രയാണ്? എ ഇൻറ്റു സി എത്രയാണ്? മൾട്ടിപ്ലിക്കേഷൻ 150 ഇട്ട് കൊടുത്താൽ മതി. 27ന്റെ സ്ക്വയർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. 27ന്റെ സ്ക്വയർ എത്രയാണ്? ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? 27ന്റെ സ്ക്വയർ ഞാൻ പറഞ്ഞായിരുന്നു. ടേബിൾ പഠിക്കുന്നത്. വെരി ഗുഡ് 729. വെരി ഗുഡ്. അതാരാ പറഞ്ഞത്? അശ്വതി. വെരി ഗുഡ് 729 മൈനസ് 4 ഇൻറ്റു 150. 027 720 അല്ലെ? 729 മൈനസ് 720 എത്രയാടാ? 729 മൈനസ് 720 എത്രയാടാ? പറഞ്ഞേ പെട്ടെന്ന്. റൂട്ട് ഓഫ് 9 അല്ലേ? 9 ശരിയല്ലേ? റൂട്ട് 9ന്റെ റൂട്ട് എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 3 എത്രയാണ്? 3. അപ്പൊ നമ്മുടെ വ്യത്യാസം എത്രയാണ്? 3 ആണ്. ഒന്നും കൂടെ പറയാം, ഒറ്റയടിക്ക് നമുക്ക് വ്യത്യാസം കിട്ടും. ഇവിടെ തുക എന്ന് പറയുന്ന ബി ആയിട്ട് നമ്മൾ എടുക്കുന്നതു, ഗുണനഫലം എന്ന് പറയുന്നത് എ ഇൻറ്റു സി ആയിട്ട് എടുക്കുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഫോർമുല? എന്താണ്? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac. അങ്ങനെ വരുമ്പോൾ 27ന്റെ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 180. ഇത് വലിയ പാടാൻ നോക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് അല്ലെങ്കിൽ ഫോർമുല എഴുതിപ്പോ എത്ര നേരം എടുക്കുന്ന അറിയാമോ? ബീജഗണിതം വെച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും ചെയ്യണമെങ്കിൽ. 27ന്റെ സ്ക്വയർ എത്രയാ? 729. അത് അറിയത്തില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചു പോകുക. ഓരോ നമ്പർ വെച്ച് പഠിച്ചു പോയാൽ മതി. 729 മൈനസ് 720. അപ്പൊ എത്രയാണ്? റൂട്ട് ഓഫ് 9 എന്ന് പറയുമ്പോൾ എത്രയാണ്? 3. വ്യത്യാസം നമുക്ക് എത്ര കിട്ടി? 3. എഴുതിയെടുക്കണം. എല്ലാവരും എഴുതിയെടുക്കണം, മറന്നു പോകരുത്. റൂട്ട് ഓഫ് 9 ഈസ് ഈക്വൽ ടു 3 എന്ന് ഉത്തരം കിട്ടും. എഴുതിയോ എല്ലാവരും? ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യത്യാസം എത്ര കിട്ടി? വ്യത്യാസം 3 എന്ന് കിട്ടി. തുക എത്രയാണ്? 27. വ്യത്യാസം എത്രയാണ്? 3. അങ്ങനെയാണ് നമ്പേഴ്സ് ഒന്ന് കണ്ടുപിടിച്ചേ. നമ്മൾ ആദ്യം പറഞ്ഞ കേസ് അനുസരിച്ച് തുക 27, വ്യത്യാസം 3. അങ്ങനെയാണ് നമ്പർ എന്ന് കണ്ടുപിടിച്ചേ. ആ വലിയതും ചെറുതായ നമ്പർ എന്ന് കണ്ടുപിടിച്ചേ. തുക 27,
വ്യത്യാസം 3 അങ്ങനെയാണ് നമ്പർ കണ്ടുപിടിച്ചേ, പെട്ടെന്ന് കണ്ടുപിടിച്ചേ. അങ്ങനെ വരുമ്പോൾ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണം? നമ്മൾ മുമ്പേ പറഞ്ഞ കുറച്ച് മുന്നേ ആദ്യം പറഞ്ഞത് ആദ്യത്തെ കേസ് നമ്മൾ പറഞ്ഞ എന്ത് ചെയ്താൽ മതി? രണ്ടുകൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2, രണ്ടുകൂടെ കുറച്ചിട്ട് ഡിവൈഡഡ് ബൈ 2. വലിയ സംഖ്യ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? 27 പ്ലസ് 3/2. ചെറിയ സംഖ്യ കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി? 27 മൈനസ് 3/2. എത്ര കിട്ടും? 30/2. 30/2 എത്രയാണ്? 15. 27 മൈനസ് 3. ഓക്കെ, വെരി ഗുഡ്, കിട്ടുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. കണ്ടുപിടിച്ചത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണേ, ഞാൻ ചെയ്തു പോകുന്നില്ല. കണ്ടുപിടിച്ച് പെട്ടെന്ന് നമ്മൾ പഠിച്ച കേസാണ്, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എത്രയാണ്? 24/2. 24/2 എത്രയാണ്? ഓക്കെ, 12. അപ്പം വലിയ സംഖ്യ ഏതാണ്? 15. ചെറിയ സംഖ്യ ഏതാണ്? 12. അതിനുവേണ്ടി കൂട്ടുമ്പോ എത്ര കിട്ടും നോക്കിയേ. കൂട്ടുമ്പോ 27 കിട്ടുമോ? കൂട്ടുമ്പോ 27 കിട്ടും. കുറയ്ക്കുമ്പോ 3 കിട്ടും. 15 × 12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150 കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. രണ്ട് സംഖ്യയുടെ വ്യത്യാസവും തുകയും അറിയുവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വ്യത്യാസവും തുകയും അറിയുവാണെങ്കിൽ ആ രണ്ട് സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ കൂട്ടിയിട്ട് ഡിവൈഡർ ബൈ 2 ചെയ്യുക, കുറച്ചിട്ട് ഡിവൈഡർ ബൈ 2 ചെയ്യുക. അത് നമുക്ക് കിട്ടും. ഓക്കെ, റെസിപ്രോക്കൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? തുക ഡിവൈഡർ ബൈ ഗുണനഫലം ചെയ്താൽ മതി, ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. പിന്നെ നമ്മളിപ്പോ പറഞ്ഞ ഈ കേസ് ആണെങ്കിൽ രണ്ട് സംഖ്യയുടെ തുകയും ഗുണനഫലം അറിയാമെങ്കിൽ വ്യത്യാസം കാണണമെങ്കിലുള്ള ഫോർമുല മറന്നു പോകരുത്. √b² മൈനസ് 4ac. ഇതിനു വേണ്ടിയാണ് നമ്മൾ സ്ക്വയർ എല്ലാം പഠിച്ചത്. b² മൈനസ് 4ac നമ്മൾ പെർഫെക്റ്റ് സ്ക്വയറിന്റെ കാര്യവും പറഞ്ഞു, അതിനുവേണ്ടി നമ്മൾ പഠിച്ചത്. അപ്പം ഈ b² എന്ന് പറയുന്ന b27 a × c ഗുണനഫലവും ഓർത്തിരിക്കുക. തുക എന്ന് പറയുന്നത് ബിയും ഗുണനഫലം എന്ന് പറയുന്നത് a × c ആണെന്ന് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. തന്നെ ചെയ്യണം. തന്നെ ചെയ്തേ, പെട്ടെന്ന് ചെയ്തേ പെട്ടെന്ന് നിങ്ങളൊന്ന്. രണ്ട് സംഖ്യയുടെ തുക 32 ഗുണനഫലം 252 ആയാൽ വ്യത്യാസം എത്രയാണ്? പെട്ടെന്ന് ചെയ്തേ. നമ്മുടെ ഫോർമുല മറന്നു പോകരുത്. √b² മൈനസ് 4ac. b² എന്ന് പറയുമ്പോൾ b എന്ന് പറയുമ്പോൾ 32 32ന്റെ സ്ക്വയർ എത്രയാണെന്ന് ആലോചിക്കണം. 32 × 32 ചെയ്ത് നോക്കുക, അറിയത്തില്ലെങ്കിൽ. മൈനസ് 4 × ac എന്ന് പറയുന്നത് 252 4 × 252. എന്നിട്ട് കുറയ്ക്കുക. അതിന് റൂട്ടുള്ള നമ്പർ ആയിരിക്കും. റൂട്ടുള്ള നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ, ഇല്ലാത്ത നമ്പർ വരത്തില്ല. ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദിവ്യ വെരി ഗുഡ്. ജിഷ ഗ്രേസ് വെരി ഗുഡ്. കിട്ടുന്നുണ്ട്. ഇത്ര ഞാൻ പറയുന്നില്ല, നിങ്ങൾ ചെയ്ത് കണ്ടുപിടിച്ചേ. അശ്വതി ഓക്കെ ചെയ്ത് കാണിക്കാം. ഒന്നും ചെയ്യാനൊന്നുമില്ല. b² എന്ന് പറയുമ്പോൾ 32ന്റെ സ്ക്വയർ മൈനസ് 4 × 252. റൂട്ട് ഇടാൻ മറന്നു പോകരുത്. 32ന്റെ സ്ക്വയർ എത്രയാടാ? 1024 മൈനസ് 4 × 252 എന്ന് പറയുമ്പോൾ 1008. ഉത്തരം എത്ര നമുക്ക് കിട്ടും? 24 മൈനസ് 8 16. √16 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 ഉത്തരം കിട്ടും. ഓക്കെ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടാത്തവരൊന്ന് എഴുതിയെടുത്തേ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ സംഖ്യ 4 കിട്ടി. അങ്ങനെയാണ് രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ചേ. തുക 32 കിട്ടി, വ്യത്യാസം 4 കിട്ടി. അങ്ങനെ രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിച്ചേ. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. ഓക്കെ, വെരി ഗുഡ്. നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്യല്ലേ. 32 പ്ലസ് 4 36/2. 36/2 18. 32 മൈനസ് 4 28/2. 28/2 14. വെരി ഗുഡ്. 18ഉം 14 ആയിരിക്കും നമ്മുടെ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും. അപ്പൊ എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതനുസരിച്ച് നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അടച്ചിടും. ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്ക് വന്നേക്കാം. ഹോംവർക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഒരു എക്സാം പോലെ നമ്മുടെ ഒരു ക്വിസ് ഇടാം. അതില് ഇന്നത്തെ റാങ്ക് ലിസ്റ്റ് ഞാൻ അടുത്ത ദിവസം ഇന്ന് തന്നെ ഇട്ടേക്കാം. അതിന് അടുത്ത ദിവസത്തെ ക്വസ്റ്റ്യനോടെ നിങ്ങൾ എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത്രയും പോർഷനിലെ ക്വസ്റ്റ്യൻസും വന്ന ക്വസ്റ്റ്യൻസും ഇടാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന്. രണ്ട് സംഖ്യയുടെ വ്യത്യാസം 3ഉം ഗുണനഫലം 28 ആയാൽ അവയുടെ തുക എത്ര? ക്വസ്റ്റ്യൻ മാറ്റമുണ്ടോ?
രണ്ട് സംഖ്യയുടെ ഒരു മാറ്റം ഉണ്ടല്ലോ, ശരിയല്ലേ? ക്വസ്റ്റ്യൻ പറയാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? രണ്ട് സംഖ്യയുടെ തുക 32ഉം ഗുണനഫലം 252 ആയാൽ വ്യത്യാസമാണ് ഇവിടെ ചോദിച്ചിരുന്നത്, വ്യത്യാസം. അതുകൊണ്ടാണ് ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ചെയ്തത്. ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ചെയ്യാൻ കാരണം അവിടെ വ്യത്യാസമാണ് ചോദിച്ചത്. വ്യത്യാസം ചോദിച്ചാൽ ബി സ്ക്വയർ മൈനസ് 4ac നമ്മൾ ചെയ്യുക. ഇനി ഇവിടെ വ്യത്യാസം തന്നിട്ട് തുകയാണ് ചോദിക്കുന്നതെങ്കിൽ, തുകയാണ് ചോദിക്കുന്നത്, എന്ത് ചെയ്യണമായിരിക്കും? ബി സ്ക്വയർ മൈനസ് എന്നുള്ളത് ബി സ്ക്വയർ പ്ലസ് 4ac ആക്കണം. തുകയാണ് ചോദിക്കുന്നതെങ്കിൽ ബി സ്ക്വയർ പ്ലസ് 4ac. ഇവിടെ ചോദിച്ചേക്കുന്നത് കണ്ടോ, തുകയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. വ്യത്യാസത്തിന്റെ സമയത്ത് നമ്മൾ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യണം. തുകയാണ് ചോദിച്ചതെങ്കിൽ, തുകയാണ് ചോദിക്കുന്നതെങ്കിൽ ബി സ്ക്വയർ പ്ലസ് 4ac ചെയ്യണം. ചെയ്ത് നോക്കിയോ, ബി സ്ക്വയർ പ്ലസ് 4ac നമ്മൾ ചെയ്യണം. മനസ്സിലായോ? മനസ്സിലാത്തവരുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഇവിടെ വ്യത്യാസം തന്നിട്ട് തുകയാണ് ചോദിക്കുന്നതെങ്കിൽ, തുക എന്ന് പറയുമ്പോൾ കൂട്ടാണല്ലേ, തുകയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫോർമുല ബി സ്ക്വയർ പ്ലസ് 4ac ആണ്. ബി സ്ക്വയർ പ്ലസ് 4ac ആണ് നമ്മൾ തുകയാണ് ചോദിക്കുന്നതെങ്കിൽ ചെയ്യേണ്ട ഫോർമുല. വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ, ഇവിടെ വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ചെയ്യണം. റൂട്ട് വേണേ റൂട്ടിന്റെ കാര്യം മറന്നു പോകരുത്. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 9ന്റെ സ്ക്വയർ പ്ലസ് 4 × 52. 9ന്റെ സ്ക്വയർ പ്ലസ് 4 × 52. 9ന്റെ സ്ക്വയർ എത്രയാ? 81 പ്ലസ് 4 × 52 200, 208 അല്ലെ? കൂട്ടുമ്പോ എത്ര കിട്ടും? 289. 289ന്റെ സ്ക്വയർ എത്രയാ? 289ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 289ന്റെ എല്ലാവരും പറഞ്ഞ് 289ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 17. വെരി ഗുഡ്, 17. രണ്ട് കേസ് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിലെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തേ. രണ്ട് സംഖ്യയുടെ വ്യത്യാസം 3ഉം ഗുണനഫലം 28ഉം ആയാൽ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ കറക്റ്റ് നോക്കണം, തുകയാണോ വ്യത്യാസമാണോ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നോക്കണം. തുകയാണെങ്കിൽ ബി സ്ക്വയർ പ്ലസ് 4ac ആയിരിക്കും. വ്യത്യാസം കണ്ടുപിടിക്കണമെങ്കിൽ ബി സ്ക്വയർ മൈനസ് 4ac ആയിരിക്കും. മറന്നു പോകരുത്, ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ പ്ലസ് 4ac. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റൂട്ട് ഓഫ്, കണ്ടുപിടിച്ചോയ ആൻസർ കണ്ടുപിടിച്ച് ടൈപ്പ് ചെയ്തോയ, ഞാൻ പറഞ്ഞ കേൾക്കേണ്ടത് നിങ്ങൾ ചെയ്തോ. ബി സ്ക്വയർ പ്ലസ് 4ac ആണ് നമ്മൾ ചെയ്യേണ്ടത്. തുകയാണ് കണ്ടുപിടിക്കണമെങ്കിൽ ബി സ്ക്വയർ പ്ലസ് 4ac ആണ്. ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ 3യുടെ സ്ക്വയർ പ്ലസ് 4 × 28. സ്ക്വയർ റൂട്ട് വേണം. ഓക്കെ അല്ലേടാ? എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം 9 പ്ലസ് 4 × 28. 4 × 28 എത്രയാണ്? 112. റൂട്ട് ഓഫ് എത്ര കിട്ടും ആൻസർ? 100. വെരി ഗുഡ് കിട്ടുന്നുണ്ട്. 121ന്റെ സ്ക്വയർ റൂട്ട് എത്രയാടാ? 121ന്റെ സ്ക്വയർ റൂട്ട് നമ്മൾ പലതവണ പറഞ്ഞു. 11 × 11 ആണ് 121. അപ്പൊ നമ്മുടെ തുക എത്രയാണ്? 11. വ്യത്യാസം എത്രയാണ്? 3. അങ്ങനെയാണെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ 11 പ്ലസ് 3/2 7. 14/2 7. 11 മൈനസ് 8/2 4. 4 7 ആണ് നമ്മുടെ ഉത്തരം. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും അത് വേണ്ട, നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്നതിന് ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു കേസ് കൂടെ നമുക്ക് പറയാം. ഒരു കേസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെക്ഷൻ, കാരണം നമുക്ക് അടുത്ത കേസിൽ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതിയല്ലോ, തിയറി മൊത്തം ഏകദേശം പഠിപ്പിച്ച് തീർക്കാം. ഒരു കേസും കൂടെ ഉണ്ട്. പറഞ്ഞോ, തന്നെ എന്താ സംശയം എന്തെങ്കിലും ഉണ്ടോ? ചോദിച്ചോ, എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോ. ടൈപ്പ് ചെയ്തിട്ടാലും മതി, കുഴപ്പമില്ല. അടുത്ത ടൈപ്പ് ആണ് ടൈപ്പ് 3, ടൈപ്പ് 4 ആണ്. നമ്മൾ പറഞ്ഞനുസരിച്ചുള്ള ടൈപ്പ് 4 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, 900ന്റെ ഘടകങ്ങൾ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കഴിഞ്ഞ പറഞ്ഞത് ഫാക്ടേഴ്സുകളുടെ എണ്ണം എത്ര? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു 12ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1ഉം 12ഉം ഓൾറെഡി 1ന്റെ ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു. പിന്നെയുള്ള സംഖ്യ ഏതാണ്? 2 ഒരു ഫാക്ടറാണ്. 4 × 3 ഒരു ഫാക്ടറാണ്. 4 ഒരു ഫാക്ടറാണ്. 6 ഒരു ഫാക്ടറാണ്. ഇതെല്ലാം 12ന്റെ ഫാക്ടേഴ്സ് അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ, 6 വരെ ഉള്ളൂ. 1 2 3 4 6 12 ആണ് 12ന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ. അപ്പം 12ന് എത്ര ഘടകങ്ങളുണ്ട് മൊത്തത്തില്? 12ൽ 1 2 3 4 5 6 ഘടകങ്ങളുണ്ട്. 12ൽ എത്ര ഘടകങ്ങളുണ്ട്? 6 ഘടകങ്ങളുണ്ട്. അപ്പൊ ചെറിയ സംഖ്യകളാണ് നമുക്ക് ഇങ്ങനെ കൂട്ടി നോക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഫാക്ടേഴ്സ് എഴുതി നോക്കാം. അതേസമയം 900 അല്ലെങ്കിൽ 900 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഘടകങ്ങളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് അങ്ങനെ ചുമ്മാ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എഴുതി കണ്ടുപിടിക്കണമെങ്കിൽ 1 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, 900 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, വേണമെങ്കിൽ 2 ഉണ്ടെന്ന് മനസ്സിലാവും, 3 ഉണ്ടെന്ന് മനസ്സിലാവും.
പിന്നെന്താണ് 100 ഉണ്ടെന്ന് വേണേൽ മനസ്സിലാവും. ഇതിന്റെ പകുതി 350 450 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്പേഴ്സ് നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. പക്ഷേ എല്ലാ നമ്പേഴ്സും നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രൈം ഫാക്ടറൈസേഷൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പ്രൈം ഫാക്ടറൈസേഷൻ CBSE-ലൊക്കെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ സ്റ്റേറ്റ് സിലബസിൽ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. പ്രൈം ഫാക്ടറൈസേഷൻ കേട്ടിട്ടുണ്ടോ? പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സ് വെച്ച് നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6, 7 ഉണ്ട്, 8, 9, 10 ഉണ്ട്, ഇല്ല 11 ഉണ്ട്. ഇതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്. ഈ പ്രൈം നമ്പേഴ്സ് വെച്ച് നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അതിനാണ് പ്രൈം ഫാക്ടറൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ 900 ഒന്ന് പ്രൈം ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 900 അവസാന ഡിജിറ്റ് 0 ആയതുകൊണ്ട് നമുക്ക് അതിനെ 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യാം അല്ലേ? 2 വെച്ച് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഫാക്ടറൈസ് വെച്ച് ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വരച്ച് താഴോട്ട് പോകുന്നുണ്ടോ? 900 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 450. 450 അഗൈൻ നമുക്ക് 2 വെച്ച് വേണം ക്യാൻസൽ ചെയ്യാം. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 450 225. ചെയ്ത് നോക്കണം. 450 ഡിവൈഡർ ബൈ 2 നമ്മൾ ചെയ്യുന്നത്. 450 ഡിവൈഡർ ബൈ 2 ചെയ്യുമ്പോൾ 225 കിട്ടും. 225 ലാസ്റ്റ് ഡിജിറ്റ് 3 ആയതുകൊണ്ട് നമുക്ക് അതിനെ ഒന്നെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 5 ആയതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് അതിനെ 3 വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ 5 വെച്ച് ചെയ്യാം. ഞാൻ ഇവിടെ നോക്കുന്നില്ല, 5 വെച്ച് ചെയ്യുവാണ്. 5 ഒരു പ്രൈം നമ്പർ ആണ്. 5 വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45 × 5 ആണ് 225. 45 × 5 45 × 5 45 × 4 എന്ന് പറയുമ്പോൾ 150. 150 കൂടെ 45 കൂടെ കൂട്ടുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഓക്കെ അല്ലേ? 45 പിന്നെ അഗൈൻ നമുക്കൊരു 5 വെച്ച് ചെയ്യാം. 9 × 5 ആണ് 45. പിന്നെ 9 നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. 3 × 3 ആണ് 9. പിന്നെ അഗൈൻ 3 നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 1 എന്ന് ഉത്തരം കിട്ടും. ആ 1 വരെ ചെയ്യണം. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ പ്രൈം ഫാക്ടറൈസേഷൻ എന്ന് വെച്ചാൽ പ്രൈം നമ്പർ വെച്ച് മാത്രമേ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് വേണമെങ്കിൽ 2 വെച്ചും 4 വെച്ചൊക്കെ ചെയ്യാം. പക്ഷെ 4 വെച്ച് നമ്മൾ ചെയ്യത്തില്ല. പ്രൈം നമ്പർ വെച്ച് മാത്രമേ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഇതിനെ സോർട്ട് എടുക്കാൻ പോവാണ്. സോർട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഫാക്ടേഴ്സ് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും. 2 × കാണാമെന്ന് വിശ്വസിക്കുന്നു. 2 × 2 × 5 × 5 × 3 × 3. ഓക്കെ അല്ലേ? ഇങ്ങനെ സോറി മാറിപ്പോയി. ഒന്നുകൂടെ പറയാം. 2 × എഴുതുവാണ്. 2 × മാഞ്ഞു പോയത്, കുഴപ്പമില്ല, ഒന്നുകൂടെ എഴുതാം. പ്രൈം ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫാക്ടേഴ്സ് 2 × 2 2 ഉണ്ട്, 2 3 ഉണ്ടായിരുന്നു, ശരിയല്ലേ? 2 5 ഉണ്ടായിരുന്നു, ശരിയല്ലേ? 2 5 ഉണ്ടായിരുന്നു. 2 5 ഉണ്ടായിരുന്നോ? 2 5 ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ എഴുതുമ്പോൾ 2 2 ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ 2 സ്ക്വയർ എന്ന് എഴുതണം. 2 സ്ക്വയർ 2ന്റെ പവർ ആണ് ഈ 2. 2 2 വന്നുകൊണ്ട് നമ്മൾ 2 സ്ക്വയർ എന്ന് എഴുതി. 3 എത്ര എണ്ണം ഉണ്ട്? 2 3 ഉണ്ട്. അപ്പൊ 3 സ്ക്വയർ എന്ന് എഴുതും. എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. അപ്പം 5 സ്ക്വയർ എന്ന് എഴുതും. ഈ 2 എന്നുള്ളത് അതിന്റെ പവർ ആണ്. മറന്നുപോലെ പവർ ആണ്. ഡിഗ്രി എന്നൊക്കെ പറയും, പവർ എന്ന് പറയും. പവർ ഓഫ് ദ 2 എന്ന് പറയുന്നത് അവിടെ 2 തന്നെയാണ്. പവർ ഓഫ് 3 എന്ന് പറയുന്നത് 3 ആണ്. പവർ ഓഫ് 2 5 എന്ന് പറയുന്നത് 2 തന്നെയാണ്. എല്ലാത്തിനും പവർ 2 ആണ്. നമ്മുടെ ചോദ്യം ഇതാണ്, ഘടകങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ആണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട്. ഇതിന്റെ പവർ എത്രയാണ്? 2 ആണ്. ഇതിന്റെ പവർ എത്രയാണ്? 2 ആണ്. എന്തോ കാരണവശാൽ ഇതിന്റെ എല്ലാം പവർ 2 വന്നു. അങ്ങനെ 2 പറഞ്ഞ നിർബന്ധമൊന്നുമില്ല. ഇതിന്റെ പവർ എല്ലാം 2 ആണ് വന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഈ പവറിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക. 2ന്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3. ഈ 2ന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3. ഈ 2ന്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടും? 3. എല്ലാത്തിന്റെ കൂടെ ഒരു +1 ചെയ്യുക. മറന്നു പോകരുത്. എല്ലാത്തിന്റെ കൂടെ ഒരു +1 ചെയ്യുക. എല്ലാത്തിനോട് എന്ത് ചെയ്യണം? ഒരു +1 ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 × 3 × 3 3 × 3 × 3 എത്രയാണ്? 9 × 3 27. ഇപ്പൊ എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 900 എത്ര ഫാക്ടേഴ്സ് ഉണ്ട്? 27 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്നുകൂടെ പറയാം. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നമ്മൾ ഇതിന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 2 × 2 × 3 × 3 × 5 × 5 എന്ന് കിട്ടി. അതായത് 2 2 2 3 2 5. അതിന് നമ്മൾ പവറിന്റെ ഫോമിൽ എഴുതി. പിന്നെ പവറിന്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്യണം. തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി. 500ന്റെ ഫാക്ടേഴ്സ് 500ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. ചെയ്യാൻ പറ്റുമോ നോക്കി. 500ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പെട്ടെന്ന് ചെയ്തു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പെട്ടെന്ന് ചെയ്തു. 500ന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് പെട്ടെന്ന് ചെയ്യാവോ? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 2 5 10 ഒക്കെ ചെയ്യാം. 10 പറ്റത്തില്ല, 10 പ്രൈം നമ്പർ അല്ല. 500ന്റെ ഫാക്ടേഴ്സ്. അപ്പൊ 500നെ ആദ്യം നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. 500 എന്ന് എഴുതി. 500 നമുക്ക് 2 വെച്ച് നിശേഷം ഹരിക്കാം. 2 വെച്ച് ഹരിക്കുമ്പോൾ 250 എന്ന് കിട്ടും. 250നെ പിന്നെ നമുക്ക് 2 വെച്ച് ഹരിക്കാം. 250നെ 2 വെച്ച് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 125. 125നെ പിന്നെ നമുക്ക് 2 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. വേണമെങ്കിൽ 3 വെച്ച് ഹരിക്കാം. 3 വെച്ച് നമ്മൾ ഹരിക്കുന്നില്ല. 3 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക്
3 വെച്ച് ഹരിക്കാൻ പറ്റും നോക്കണം. 3 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഹരിക്കാൻ പോകുന്നത് 5 വെച്ചാണ്. 5 വെച്ച് ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 കിട്ടും. 25 പിന്നെ നമുക്ക് 5 വെച്ച് ഹരിക്കാം. അപ്പൊ എത്ര കിട്ടും? 5 കിട്ടും. പിന്നെ 5 അഗെയിൻ നമുക്ക് 5 വെച്ച് ഹരിക്കാം. അപ്പൊ 1 വരെ നമ്മൾ ചെയ്യണം. അപ്പൊ 500ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. ഓക്കെ അല്ലേ? 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5. ഇത് പവറിന്റെ ഫോമിൽ എഴുതി അങ്ങനെ കിട്ടും. നമുക്ക് പവറിന്റെ ഫോമിൽ എഴുതി എങ്ങനെ എഴുതാൻ പറ്റും? പവറിന്റെ ഫോമിൽ ഒന്ന് എഴുതിക്കേടാ എല്ലാവരും പേപ്പറിലോട്ടൊന്ന് എഴുതിക്കുക, കയ്യിലിരിക്കുന്ന ബുക്കിലോട്ടൊന്ന് എഴുതിക്കുക. ഇതിന്റെ പവറിന്റെ ഫോമിൽ എത്ര എണ്ണുണ്ട്? 2 എണ്ണുണ്ട്. അപ്പൊ 2 സ്ക്വയർ എന്ന് എഴുതാം. ഇൻറ്റു 5 എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5ന്റെ ക്യൂബ്. ഓക്കെ അല്ലേ? ഇതിനും പവറിന്റെ ഫോമിൽ എഴുതുമ്പം ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം 500 തന്നെയായിരിക്കും. 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 ആണ്. 5ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 5ന്റെ 5 ഇൻറ്റു 5 ഇൻറ്റു 5 125 അല്ലേ? ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? 500 തന്നെ കിട്ടും. അത് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നോക്കാം. അപ്പൊ എത്ര കിട്ടും? 2ന്റെ പവർ എത്രയാണ്? 2. 5ന്റെ പവർ എത്രയാണ്? 3 ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഇവിടെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ പ്ലസ് ചെയ്യണം. 3 2ന്റെ കൂടെ ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ 3 കിട്ടി. ഈ 3യുടെ കൂടെ ഒന്ന് പ്ലസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 3 ഇൻറ്റു 4 എത്രയാണ്? 3 ഇൻറ്റു 4 12. എത്രയാണ്? 3 ഇൻറ്റു 4 എത്രയാണ്? 12. അപ്പൊ 500 എത്ര ഘടകങ്ങളുണ്ട്? 500 എത്ര ഘടകങ്ങളുണ്ട്? 500 12 ഘടകങ്ങളുണ്ട്. എത്ര ഘടകങ്ങളുണ്ട്? 500 12 ഘടകങ്ങളുണ്ട്. മറന്നു പോകരുത്. 500 12 ഘടകങ്ങളുണ്ട്. 500 ഘടകങ്ങൾ 12. മറന്നു പോകരുത്. ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണം. വെറും ഫാക്ടറൈസേഷൻ അല്ല, പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം നമ്പർ വെച്ചുള്ള ഫാക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ ഉപയോഗിച്ചുള്ള ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അതിന്റെ ഫാക്ടേഴ്സ് പവറിന്റെ ഫോമിൽ എഴുതുക. പവറിന്റെ ഫോമിൽ എഴുതിയിട്ട് നമ്മൾ അതിനെ ഒന്നുകൂടെ കൂട്ടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ? അതാണ് 500ന്റെ ഘടകങ്ങൾ. ഓക്കെ അല്ലേ? നമുക്കറിയാം മാത്സ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കത്തില്ല. ചിലർക്ക് കുറച്ച് ധാരണകൾ മാത്സിനെ കുറിച്ച് ഓൾറെഡി ഉണ്ട്. ചിലർക്ക് മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യുവാണ്. ഇന്നൊരു ഗൂഗിൾ ഫോം എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഒരു ഗൂഗിൾ ഫോം ഇടുന്നുണ്ട്. ആ ഗൂഗിൾ ഫോമില് ഇൻഡിവിജ്വൽ മെന്ററിങ് ആവശ്യമുണ്ട്. ചിലർക്ക് ഇൻഡിവിജ്വൽ മെന്ററിങ് ആവശ്യമില്ലായിരിക്കും. ചിലർക്ക് ഇൻഡിവിജ്വൽ മെന്ററിങ് ആവശ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ഇൻഡിവിജ്വൽ മെന്ററിങ് ആവശ്യമുള്ളവര് ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ കൂടെ എക്സാംസ്, ഞാനും എക്സാം പാസ്സായതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ CGL എക്സാം പാസ്സായ ഒരാളുണ്ട്. സെക്രട്ടേറിയറ്റ് എക്സാം പാസ്സായ 2-3 പേരുണ്ട്. ഇവരെല്ലാം നമുക്കൊരു പേഴ്സണൽ മെന്ററിങ്ങിന് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോബ്ലംസ് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അതിനെ മെന്റർ ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങളുടെ മാത്സിന്റെ നോളജ്, അല്ലെങ്കിൽ നിങ്ങളുടെ GK നോളജ്, നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ നോളജ്, നിങ്ങളുടെ ബാക്കിയുള്ള സെക്ഷൻസിന്റെ നോളജ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ മെന്ററിങ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ നടത്തിയാൽ മാത്രം നമുക്ക് അതിന്റെ നിങ്ങളുടെ ധാരണകൾ, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റ് ആണ് കൂടുതൽ വേണ്ടത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഒരു ഗൂഗിൾ ഫോം രാത്രി ഇടുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ഇൻഡിവിജ്വൽ മെന്ററിങ് ആവശ്യം ഉള്ളവർ നമ്മൾ തന്നെ നിങ്ങളെ നേരിട്ട് വിളിക്കും. നമ്മളെന്ന് വെച്ചാൽ ഓരോ വിഷയത്തിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഓരോ എക്സാം PSCയുടെ ഡിഗ്രി ലെവൽ എക്സാം പാസ്സായ ആൾക്കാരുണ്ട്. CGLന്റെ എക്സാം പാസ്സായ ആൾക്കാരുണ്ട്. ഡിഗ്രി 12th ലെവൽ പാസ്സായ ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മൾ CPO ആണ് നോക്കുന്നതെങ്കിൽ CPO പാസ്സായ ആൾക്കാരുണ്ട്. ഇവർക്കറിയാം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, കറക്റ്റ് എന്ത് ഫോമിലേക്ക് നമ്മൾ പോകണമെന്ന് അറിയാം. അപ്പൊ അതുപോലെ അങ്ങനെ അറിയാവുന്ന ആൾക്കാരുടെ ചെറിയൊരു മെന്റർഷിപ്പ്, മെന്ററിങ് എന്ന് വെച്ചാൽ കാര്യമായിട്ടൊന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പറയുക. നമ്മൾ അതിന് കറക്റ്റ് ആയിട്ടൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നിങ്ങളെ ഫോം വിളിക്കാം, അല്ലെങ്കിൽ എങ്ങനെ വാട്സപ്പിലാണ്, എങ്ങനെയാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇന്ന് തന്നെ നമ്മളൊരു ഗൂഗിൾ ഫോം ഇടുന്നതായിരിക്കും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഫോൺ നമ്പർ, വാട്സപ്പിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോൺ നമ്പർ, കോൾ ചെയ്യാൻ വിളിക്കുന്ന ഫോൺ നമ്പർ, അപ്പൊ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞങ്ങളോട് പറയുക. അപ്പൊ ഞങ്ങൾ അതനുസരിച്ചുള്ള കറക്റ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞതായിരിക്കും. ഇപ്പൊ ഞാൻ കൂടുതൽ എടുക്കുന്ന മാത്സും അതുപോലെ തന്നെ IT ഒക്കെ ആയിരിക്കും. അതുപോലെ ഇംഗ്ലീഷ് എടുക്കുന്ന ആൾക്കാരുണ്ട്, GK ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരുടെ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇന്ന് വരുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആ ഒരു താല്പര്യമുള്ളവർ മാത്രം, നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല. കാരണം നമുക്കറിയാം നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഇതിന്റെ നോളജ്, ഇപ്പൊ മാത്സിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും ഇഷ്ടംപോലെ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വെറുതെ ഇരുന്ന് പഠിച്ചാൽ മതി. പക്ഷെ എന്ത് പഠിക്കണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ PSC എഴുതി ജോലി മേടിച്ച ഒരാളുടെ ഒരു ഗൈഡൻസ് നല്ലതായിരിക്കും നിങ്ങൾ വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തിടുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. അപ്പൊ നാളെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ മാത്സ് എടുക്കും. നമ്മുടെ ഈ ഒരു സെക്ഷനോട് നമുക്ക് മതി. നമ്പർ സിസ്റ്റത്തിൽ ഒരു സെക്ഷനോട് നമ്മൾ നമ്പർ സെക്ഷൻ തീർക്കുവാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻസ് കൂടെ തീർത്തിട്ട് നമ്മളൊരു ഫുൾ എക്സാം, ചാപ്റ്റർ വൈസ് എക്സാം കൂടെ നടത്തുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്തിയാൽ അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ദിവസം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.